അസ്സാം വലൈക്കും. ഈ ഭ്രാന്തായാൽ എന്തു സുഖം എന്ന പാട്ടുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ. അപ്പൊ ആ വിഷയത്തില് ഈ ലൈല ആരാണ്, ഈ സക്കറാത്തുൽ മൗത്തിന് എന്ത് രസാണ്, ഭ്രാന്തിന് എന്ത് സുഖാണ് എന്നൊക്കെ വലിയ ചർച്ച നടക്കുകയാണ്. ഇസ്ലാമിക വിശ്വാസവുമായി ഇതിന്റെ ബന്ധവും കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. ഈ ലൈല മജ്നൂൻ എന്ന് പറയുന്ന യഥാർത്ഥ കഥാപാത്രം ജീവിക്കുന്നത് അത് AD 709 ജനിക്കുന്ന ലൈലയും AD 689 ജനിക്കുന്ന കൈസ് ഒരു കൊട്ടാര കവിയായിരുന്നു. കൈസ് നല്ല പാട്ടുപാടുമായിരുന്നു. അപ്പൊ ഈ കൈസാണ് ലൈലയെ പ്രേമിക്കുന്നത്. അപ്പൊ ലോകത്ത് ലൈലയുടെയും കൈസിന്റെയും പ്രണയം എന്ന് പറയുന്നത് അതികഠിനമായിരുന്നു എന്നാണ്. അതിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷെ പിന്നീട് സൂഫികൾ ഈ ലൈല എന്ന് പറയുന്ന ഒരു പദത്തെ പ്രതീകമാക്കി എടുക്കുന്നുണ്ട്. അവരുടെ കവിതകളിലും അവരുടെ പാട്ടുകളിലും ഒക്കെ ലൈല കടന്നു വരുന്നത് അവർ തീവ്രമായി പ്രണയിക്കുന്ന ഒന്നിനെ ബിംബവൽക്കരിച്ചുകൊണ്ടാണ്. ഇപ്പോ ഇമാം യാഫിയുടെ ഈ വിഷയത്തിൽ എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, ലൈലയും ഔലിയാക്കളും എന്ന KVM പന്താവൂര്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ റിസാല പരിചയപ്പെടുത്തുന്നത് സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളെന്നൊക്കെയാണ്. അദ്ദേഹത്തിന്റെ തസവുഫിന്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥങ്ങളും ഒക്കെ കേരളത്തിൽ ഒരുപാടുണ്ട്. യഥാർത്ഥ ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് സംഗതികളാണ് ആ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. അത് ഇതിലുമുണ്ട്. അപ്പൊ ഇതിൽ ലൈല അദ്ദേഹം പരിചയപ്പെടുത്തുന്ന കുറെ കാവ്യബിംബങ്ങളുണ്ട്. അതിലൊന്ന് പ്രവാചകനെ ലൈലിയായി വർണ്ണിക്കുന്ന കവിതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പ്രവാചകനെ ഇമാം യാഫിയുടെ ഇർഷാദുൽ യാഫി എന്ന ആ ഗ്രന്ഥത്തിലുള്ള കവിത ഇദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നുണ്ട്. കാറ്റു ഹിജാസിൽ നിന്നെത്തി എൻ്റെ ചുറ്റും വരഹാഗ്നി തീർത്തിടുന്നു, എൻ മനമെന്നും ഹിജാസിൽ വാഴും കൺമണി ലൈലയാൽ വെന്തിടുന്നു. അപ്പോ പ്രവാചകനെയാണ് ലൈലയാക്കുന്നത്. ഇപ്പോ ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഈ പാട്ടിൽ ആരാണ് ലൈല ശരിക്ക്? അവര് ഇവിടെ ലൈലയാക്കുന്നത് അള്ളാഹുവിനെയാണ് എന്നാണ്. അള്ളാഹുവിനെ ലൈലയാക്കുകയാണ്. അപ്പൊ അള്ളാഹുവിനെ ലൈലയാക്കിയത് ഈ പാട്ടിൽ മാത്രമൊന്നുമല്ല, മൊഹീദ്ദീൻ ഷെയ്ഖു ആക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് വാദം. ഇപ്പൊ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്, ഗൗസുലൊന്നും പാടിയത്രേ. അദ്ദേഹം പാടിയിട്ടുണ്ടോ എന്നുള്ള ഉറപ്പില്ല, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും കാണില്ല. അദ്ദേഹത്തിന് ചേർത്തി പറഞ്ഞ കുറെ വാക്കുകൾ ഉണ്ടാകാം. അതിലുണ്ടാകാം എന്ത്, അലാ മിസിലി ലൈല യഖ്തുലുൽ മർഉ നഫ്സഹു വയഹ്ലു ലഹു മുർറൽ മനായാ വയഹ്ദുബു. ലൈലയെപ്പോലുള്ള പ്രേമഭാജനത്തിന് വേണ്ടി മനുഷ്യൻ സ്വന്തം ആത്മാവിനെ ബലിയർപ്പിക്കുന്നു. അതിനുവേണ്ടിയുള്ള മരണത്തിൽ മരണം മധുരമായി മാറുന്നു, മരണം ആസ്വാദ്യകരമായി തീരുന്നു. അപ്പൊ ഈ മൊയ്തീൻ ഷേഖിന്റെ ഈ വരികളാണ് യഥാർത്ഥത്തില് സക്കറാത്തുൽ മൗത്തെന്തുരസം എന്ന് വന്നത് എന്നാണ്. അപ്പൊ ഇതിനെ നമ്മളെ സമസ്തയിലെ കുറെ മുസ്ലിയാക്കന്മാരൊക്കെ വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വിമർശിക്കാൻ അർഹതയില്ല. കാരണം എന്താ അറിയോ, ഇത്തരം തസവുഫിന്റെ കാഴ്ചപ്പാടുകളും വരികളൊന്നും ഇസ്ലാമല്ല എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതാ. പ്രവാചകനോ പ്രവാചകന്റെ അനുയായികളോ പഠിപ്പിക്കാത്ത പുതിയ വഴികൾ, അതാണ് ഇപ്പോഴത്തെ ഈ പാട്ടുകളിൽ. ഇപ്പൊ പുതിയൊരു ഖബറുമായി ബന്ധപ്പെട്ടൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ഇതൊന്നും ശരിക്ക് ഇസ്ലാമികമായ അതിന്റെ ബേസിൽ നിന്നുകൊണ്ടല്ല. പുതിയ സങ്കല്പങ്ങൾ, പ്രത്യേകിച്ച് പല മതങ്ങളുടെയും കാഴ്ചപ്പാടുകളെയൊക്കെ കൂട്ടിയിണക്കി കൊണ്ടുപോകുന്ന ഒരുപാട് സൂഫി ചിന്താധാരകളുണ്ട്. കേരളത്തിൽ തന്നെ ത്വരീക്കത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് 40-ലധികം സജീവ ത്വരീക്കത്തുകളുണ്ട് എന്നാണ്. അപ്പോ ലൈലയെ ഉപമിക്കുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനെ അതിരറ്റു പ്രേമിക്കുന്ന ഒരാൾ അള്ളാഹുവിനെ ലൈലയാക്കുന്നു. അപ്പോ ഈ വഴിയേ വരണം അവളുടെ നിർബന്ധം എന്നുള്ള വരിയുണ്ടല്ലോ, അഥവാ ഭൂമിയിൽ ജനിച്ച് ജീവിക്കാൻ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് പറയുന്ന വാക്കാണത്. അതേപ്രകാരം തന്നെ ലൈലയെ വർണ്ണിച്ചു ലൈലയാക്കി പാടുന്ന തല്ലാഹിയ ലബയ തിൽഖായി കുൽനലന ലൈലായ മിൻ കുന്ന അം ലൈലാ മിനൽ ബശരി. അതായത് ഈ മേയുന്ന മാനുകളെ നോക്കി ഒരാൾ പാടുകയാണ്, ഈ സമതല പ്രദേശത്ത് വിലസുന്ന മാൻപേടകളെ, നിങ്ങൾ പടച്ചോനെ തന്നെയാണ്, എന്നോട് പറയണം,
എന്റെ പ്രേമഭാജനമായ ലൈല നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതോ അതല്ല മനുഷ്യരായ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതോ എന്ന് പറഞ്ഞിട്ട്. അപ്പോ എന്ന് പറഞ്ഞിട്ട് ലൈലയെ പലതിനോടും ഉപമിച്ച് അത് അള്ളാഹുവായി, പ്രവാചകനായി, അല്ലെങ്കിൽ പിന്നെ കഅബയായി ഒക്കെ വർണ്ണിച്ച ആളുകളുണ്ട്. അവര് ആ പ്രേമത്തിൽ ഇങ്ങനെ ലയിച്ചു ചേരുമ്പോൾ, അഥവാ തന്റെ പ്രേമഭാജനമായ അള്ളാഹുവിലേക്ക് എത്തുന്ന മരണം സുഖമായി മാറുന്നൊക്കെ പറയുന്ന വരികളാണ്. ഇതിനൊന്നും ഇസ്ലാമായിട്ട് ബന്ധമല്ല കേട്ടോ. പാട്ടും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കൺസെപ്റ്റ് പോലും യഥാർത്ഥ ഇസ്ലാമിന് അന്യമാണ്. അതൊരു പ്രത്യേക ചിന്തയാണ്. അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതൊന്നും നല്ലതല്ല. പിന്നെ പാട്ട് പാട്ടായി ആസ്വദിക്കാനാണെങ്കിൽ നമുക്കതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ പാട്ടിനെ ആദർശവൽക്കരിക്കുകയോ അതിനെ മഹത്വവൽക്കരിക്കുകയോ അത് ഒരു വലിയ സംഗതിയായി കൊണ്ടുനടക്കുകയോ ചെയ്യുന്നത് അപകടകരമായി തീരുമെന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ലൈല ഇതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥം നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങൾ വായിക്കൊന്നും വേണ്ട, കാരണം അതിൽ ഒരുപാട് അപകടകരമായ ആശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് തസവുഫിന്റെ പല ചിന്തകളും പ്രവാചകൻ പഠിപ്പിച്ച ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് മാറി പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ച് അതിനനുസരിച്ചുള്ള തത്വങ്ങളും ആചാരങ്ങളും കൊണ്ടുവരുന്ന രീതിയാണ്. ചിലർക്ക് നിസ്കാരമില്ല, നിസ്കാരം വേണ്ട, ഹജ്ജില്ല, ഹജ്ജിന് പോകണ്ട, ഇങ്ങനെ കുറേ ചിന്തകളുള്ള ത്വരീഖത്തുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന. അപ്പോൾ ആ രൂപത്തിൽ ആണ് ലൈലയും അതിന്റെ പാട്ടൊക്കെ കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.